ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിൽ ബ്ലോക്ക് 6 യൂണിറ്റ് 1 BR അംബേദ്കറിൻ്റെ ഒരു ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് BR അംബേദ്കർ, കാസ്റ്റ് ആൻഡ് അനീലേഷൻ ഓഫ് കാസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എലാബറേറ്റ് ഓൺ അംബേദ്കർ സ്പീച്ച് അനീലേഷൻ ഓഫ് കാസ്റ്റ്. ജാതി ഉന്മൂലനം എന്ന അംബേദ്കറുടെ പ്രസംഗത്തെക്കുറിച്ച് വിശദീകരിക്കുക. ആൻസർ, 1936 പ്രസിദ്ധമായ ജാതി ഉന്മൂലനം എന്ന പ്രസംഗം അംബേദ്കർ എഴുതിയത്. ഇതിലൂടെ അദ്ദേഹം ഹിന്ദു മതത്തെ വിമർശിച്ചു. ഹിന്ദുയിസത്തിൽ ധാരാളം ആശയപരമായ ഭിന്നതകൾ ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. താൻ ജനിച്ചത് ഒരു ഹിന്ദു ആയിട്ടാണെങ്കിലും അങ്ങനെ മരിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് 1935 അദ്ദേഹം പ്രഖ്യാപിച്ചു. സാധാരണ ജനങ്ങളെ ശാക്തീകരിക്കാൻ ബുദ്ധസംഘങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ബുദ്ധമതത്തിൽ അദ്ദേഹം ഒരു പുതിയ വ്യാഖ്യാനം വികസിപ്പിച്ചെടുത്തു. അത് അംബേദ്കർ ബുദ്ധിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. സാമൂഹിക മാറ്റത്തെ അദ്ദേഹം പിന്തുടർന്നു. സാമൂഹിക മാറ്റത്തെ അദ്ദേഹം ഘട്ടങ്ങളായി വിഭജിച്ചു. വൈദിക സമൂഹവും ആര്യ സമൂഹത്തിലേക്കുള്ള അധപതനവും ബുദ്ധമതത്തിൻ്റെ ഉയർച്ചയും സാമൂഹികവും ധാർമ്മികവുമായ പരിവർത്തനവും അത് ചലനത്തിലേക്ക് നയിച്ചു. അവസാനമായി പ്രതിവിപ്ലവവും ബ്രാഹ്മണ്യത്തിൻ്റെ ഉദയവും എന്നിവയാണ് ആ ഘട്ടങ്ങൾ. ഹിന്ദു വിശുദ്ധ ഗ്രന്ഥങ്ങളെയും സാഹിത്യത്തെയും അദ്ദേഹം വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതിയായ ബുദ്ധനും ധർമ്മവും എന്നതിൽ ബുദ്ധൻ്റെ കേന്ദ്ര ഉപദേശത്തെ സമകാലിക പ്രസക്തിയോടുകൂടിയും മാനവികതയുടെ ആദരവോടുകൂടിയും അദ്ദേഹം പ്രസംഗിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഹിന്ദുമതത്തിന് വിരുദ്ധമായ ബുദ്ധമതത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം സൂചിപ്പിച്ചു. ജാതി ഉന്മൂലനം എന്ന ഗ്രന്ഥത്തിൽ ജാതിരഹിതമായ ഒരു സമൂഹം കൈവരിക്കുന്നതിനുള്ള ഒരു സമീപനം അദ്ദേഹം സൂചിപ്പിക്കുന്നു. 1954-55 കാലത്ത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥശീർഷകത്തിൽ ഹിന്ദു വിശുദ്ധ ലിഖിതങ്ങളെയും ഇതിഹാസങ്ങളെയും വിമർശിച്ചു. ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ആഴ്ചകൾക്ക് മുമ്പ് 1956 ഡിസംബർ 16 അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. തൊട്ടുകൂടായ്മ കാരണം അംബേദ്കർ ഹിന്ദുമതത്തെ എതിർത്തു. ഇന്ത്യൻ സമൂഹത്തിലെ ജാതി എൻഡോഗമിയെയും അദ്ദേഹത്തിൻ്റെ അനന്തരഫലങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ എൻഡോഗമി എന്നത് ജാതിയുടെ മാത്രം പ്രത്യേകതയാണ്. ജാതി അടിസ്ഥാനത്തിലാക്കിയുള്ള തൊഴിൽ വിഭജനവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അംബേദ്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. അംബേദ്കറുടെ ഭരണഘടനാപരമായ ജനാധിപത്യം വിശദീകരിക്കുക. ആൻസർ, പതിറ്റാണ്ടുകളായി നിഷേധിക്കപ്പെട്ടവർക്ക് പൗരാവകാശങ്ങളും സമത്വവും അംബേദ്കർ ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ജനാധിപത്യ തരത്തിലുള്ള സർക്കാരിന് ആവശ്യമായ സമത്വവും സാഹോദര്യവും വികസിപ്പിക്കാൻ അനുവദിക്കാത്ത ഒരു ഘടനയായിരുന്നു ഇന്ത്യൻ സമൂഹത്തിൻ്റേത്. വലിയൊരു വിഭാഗം ആളുകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു. ചില സാമൂഹിക തിന്മകൾ ഉന്മൂലനം ചെയ്യുന്നതിൽ ബ്രിട്ടീഷ് മനോഭാവം വ്യത്യസ്തമാണെങ്കിലും അന്നത്തെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിത ചട്ടത്തിൽ അതിൻ്റെ ഇടപെടൽ ചെറുത്തുനിൽപ്പിന് കാരണമാകുമെന്ന് അംബേദ്കർ വിശ്വസിച്ചു. പൗരന്മാർക്ക് ഭരണഘടനാപരമായ സംരക്ഷണത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. ഭരണഘടനാപരമായ ജനാധിപത്യം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പഠന മേഖലയുടെ കേന്ദ്രബിന്ദു. ഇന്ത്യൻ ഭരണഘടനയുടെ ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം നിർണായക വ്യക്തിയായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ നിയമമന്ത്രി ആകാനുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ വാഗ്ദാനം അംബേദ്കർ അംഗീകരിച്ചു. 2 ആഴ്ചകൾക്ക് ശേഷം അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാവി റിപ്പബ്ലിക് എഴുതാനുള്ള ഉത്തരവാദിത്തമുള്ള കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായി. ഇന്ത്യൻ ഭരണഘടന വ്യക്തിഗത പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യം, തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം, എല്ലാത്തരം വിവേചനങ്ങളുടെയും നിരോധനം എന്നിവ ഉൾപ്പെടെ നിരവധി പൗരാവകാശങ്ങൾ ഉറപ്പു നൽകുകയും സംരക്ഷിക്കുകയും ചെയ്തു. സാമൂഹ്യനീതി പ്രകടിപ്പിക്കുന്നതിന് ജനാധിപത്യം അനിവാര്യമാണെന്ന്
അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ അദ്ദേഹം ചില നിബന്ധനകൾ വെച്ചു. ജനാധിപത്യം ഒരു തരത്തിലുള്ള സർക്കാരില്ല, മറിച്ച് ഒരു സാമൂഹിക സംഘടനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അംബേദ്കറിന് എല്ലായ്പ്പോഴും ഒരു സോഷ്യലിസ്റ്റ് തത്വചിന്തയുണ്ടായിരുന്നു. ജനാധിപത്യത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഇത് പ്രകടമായിരുന്നു. സാമൂഹ്യ സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആദ്യം രാഷ്ട്രീയ ജനാധിപത്യം കൈവരിക്കുക എന്നതാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കാരണം ഏതൊരു രാജ്യത്തിൻ്റെയും പൗരന്മാർക്ക് ഉചിതമായ അവകാശങ്ങൾ ഇല്ലാതെ അവരുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയില്ല. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞ സമത്വവും സാഹോദര്യവും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ജനാധിപത്യം പ്രധാനമാണ്. അംബേദ്കറുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ അവയുടെ സംയോജനത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും മാത്രമേ മുന്നേറുകയുള്ളൂ. ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള വിജ്ഞാനമുള്ള വ്യക്തികളുടെ ഒരു കമ്മിറ്റി നീണ്ട പാർലമെൻ്ററി ചർച്ചകൾക്ക് ശേഷം ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കി. നിയമനിർമ്മാണ സഭയുടെ പ്രവൃത്തിയിൽ നിന്ന് ഭരണഘടനാ നിയമം പാരായണം ചെയ്യുന്നതിനെ അദ്ദേഹം വേർതിരിച്ചു. രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ അംബേദ്കറുടെ ആശയങ്ങൾ പൊരുത്തപ്പെടുന്നതും ശക്തവുമായിരുന്നു. രാജ്യത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ നടപ്പിലാക്കേണ്ടതും നിരീക്ഷിക്കേണ്ടതുമായ തത്വങ്ങൾ ഇദ്ദേഹം നിർദ്ദേശിച്ചു. അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് പുട്ട് ഫോർവേഡ് ബൈ ബി.ആർ. അംബേദ്കർ ടു റിമൂവ് അൺടച്ചബിലിറ്റി ആൻഡ് കാസ്റ്റ് ഓപ്പോസിഷൻ എക്സിസ്റ്റ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി? ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മയും ജാതി എതിർപ്പും ഇല്ലാതാക്കാൻ ബി.ആർ. അംബേദ്കർ മുന്നോട്ട് വെച്ച തന്ത്രങ്ങൾ എന്തെല്ലാം? ആൻസർ: ജാതി അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ വിഭജനവും വിവിധ ജാതികൾ ഒന്നിച്ചുള്ള ഭക്ഷണ രീതിയുടെ അഭാവത്തിലും അദ്ദേഹം ഊന്നൽ കൊടുത്തു. ജാതി ഹിന്ദു മതത്തിൻ്റെ മെയിനായിട്ടും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ ഷെയർ ചെയ്തത്. എസ്സേ ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.